ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി അതുല്യെ ഭർത്താവ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. കുടുംബം ക്രൈംബ്രാഞ്ചിന് കൈമാറിയ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. 10 വർഷം ക്രൂരപീഡനം സഹിച്ചെന്ന് അതുല്യ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഭർത്താവ് സതീഷ് അതുല്യെ മർദ്ദിക്കുന്നുമുണ്ട്. ദൃശ്യങ്ങളുടെ ഫോറൻസിക് പരിശോധന നടത്താൻ കോടതി നിർദ്ദേശിച്ചു. ആരെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ആരെ കാണിക്കാനുള്ള എന്റെ ദേഹത്ത് നിങ്ങൾ തൊട്ട് കഴിഞ്ഞ ഞാൻ ഇവിടെ ബഹളം വെക്കും. ജീവിക്കുവാണ് അന്തസ്സത്, നിന്നെ വിടത്തില്ല. എന്റെ കൂടെ ജീവിക്കുവാണ് ജീവിക്കും, ഇല്ലെങ്കിൽ ഇതുകൂടെ തീർന്നു. നീ ഷാർജയിലും പോകത്തില്ല, നീ പോകത്തില്ല. അത് ഞാനാ പറഞ്ഞത്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ കേൾക്കുന്നുണ്ട് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതും വലിയ മർദ്ദനങ്ങൾ അനുഭവിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതുല്യ പറയുന്നതും. സ്വാഭാവികമായിട്ടും ഈ കേസിന് ബലം നൽകുന്ന ദൃശ്യങ്ങൾ കൂടിയാണ്. കുടുംബത്തിന്റെ കൈവശമുണ്ടായിരുന്ന ദൃശ്യങ്ങളാണോ ഇപ്പോൾ കോടതിക്ക് മുൻപാകെ നൽകിയിരിക്കുന്നത്? ജിൽസി, തെക്കുംഭാഗം പോലീസാണ് ഇത് സംബന്ധിച്ച് കേസെടുത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത് ആദ്യഘട്ടത്തിൽ. അതിനുശേഷം അത് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറി. കുടുംബം ആദ്യഘട്ടം മുതൽ തന്നെ ഈ മരണത്തിൽ, അതായത് ഷാർജയിൽ വെച്ചുള്ള അതുല്യയുടെ മരണത്തിൽ ഒരു സംശയം പറയുന്നത്. കാര്യം അത് ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തതിന് പിന്നാലെ ക്രൈംബ്രാഞ്ചിന് അതുല്യയുടെ മൊബൈൽ ഫോണും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈമാറിയിരുന്നു, ഈ ദൃശ്യങ്ങളും കൈമാറിയിരുന്നു. അതാണ് കോടതിയിൽ ഇപ്പോൾ, അതായത് സതീഷിന്റെ ജാമ്യ ഹർജി കോടതി വാദം കേൾക്കുന്നുണ്ടായിരുന്നു. ഇടക്കാല ജാമ്യം നീട്ടി നൽകുക മാത്രമാണ് ഇപ്പോഴും ചെയ്തിരിക്കുന്നത്. ആ സമയത്താണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും കോടതിയിൽ ഈ ദൃശ്യങ്ങൾ ഹാജരാക്കിയിരുന്നത്. നേരത്തെ തന്നെ അതുല്യ അനുഭവിച്ചിരുന്ന, അതായത് അതുല്യക്ക് നേരിടേണ്ടി വന്നിരുന്ന ക്രൂരതയുടെ ദൃശ്യങ്ങൾ നിരവധിയായി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും പുറത്തു വരാത്ത ഈ അതായത് കൊല്ലും എന്ന് തന്നെ പറയുന്ന ഒരു ദൃശ്യം, അതായത് ഈ മരണം നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഇത്തരത്തിൽ ഈ ഒരു ദൃശ്യം ഇത് റെക്കോർഡ് ചെയ്തിരിക്കുന്നതെന്നും അതിലാണ് ഈ കൊലപാതക ഭീഷണിയുള്ളതെന്നും വളരെ മോശമായ രീതിയിൽ പറയുകയും ചെയ്യുന്നു. ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുമ്പോൾ കയ്യേറ്റം ചെയ്യുന്നതുമൊക്കെ ഇതിൽ നിന്ന് കാണാനും സാധിക്കുന്നുണ്ട്. എന്തായാലും കോടതി ഇത് വളരെ ഗൗരവമായി തന്നെ കാണുകയും ചെയ്തിട്ടുണ്ട്. ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി FSLലേക്ക് വിടുകയും ചെയ്തിട്ടുണ്ട്. ആ പരിശോധന റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. മറുഭാഗം വാദമെന്ന് പറയുന്നത്, അതായത് പ്രതിഭാഗത്തിന്റെ വാദമെന്ന് പറയുന്നത് ഇത് വളരെ പഴയ ഒരു ദൃശ്യമാണ്, അതുകൊണ്ട് തന്നെ അത് പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷേ കോടതി ആ വാദങ്ങൾ മുഖവിലേക്ക് എടുക്കുക, അതായത് വിശദമായ ഒരു പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിൽ അതുല്യ തന്നെ പറയുന്നുണ്ട് 10 വർഷമായി താൻ ഇത്രയും ക്രൂരതകൾ സഹിക്കുകയും ഇത്രയും അതിക്രമങ്ങളൊക്കെ ഏൽക്കുകയും ചെയ്യുന്നുണ്ട്, പക്ഷേ ഇനി എന്താന്ന് വെച്ച് ആയിക്കോളൂ എന്നുള്ള രീതിയിലൊരു ഇതും പറയുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം സഹിക്കട്ട ഒരവസ്ഥയിലായിരുന്നു. കുടുംബവും ഇത് തന്നെയാണ് പറയുന്നത്. അതിലെ അച്ഛനൊക്കെ പറയുന്നത് തന്നെയാണ്, മകളോട് തിരികെ വരാൻ പറഞ്ഞിട്ട് പോലും കുഞ്ഞിന്റെ കാര്യവും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ആ ബുദ്ധിമുട്ട്, അതായത് അവന്റെ ആ ഒരു ആക്രമണങ്ങളെല്ലാം, സതീഷിന്റെ ആക്രമണങ്ങൾ സഹിച്ച് അവിടെ ജീവിച്ചിരുന്നത്. അതുകൊണ്ടൊരു ജീവൻ വില നൽകേണ്ടി വന്നത്. എന്തായാലും കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ക്രൈംബ്രാഞ്ചും ഈ അന്വേഷണം, കാര്യം ഈ മരണത്തിന് തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ഈ ദൃശ്യം ചിത്രീകരിച്ചതെങ്കിൽ കേസ് കൂടുതൽ ബലപ്പെടും. മാത്രമല്ല ഇയാളുടെ ഇടക്കാല ജാമ്യം റദ്ദ് ചെയ്യാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. ജിൽസി, ശരി, ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്.